സത്യത്തിൽ പൊതുസമൂഹത്തിന് എതിരെയുള്ള ഒരു അറ്റാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സർക്കാർ വിലക്ക് തള്ളി മല്ലിക സാരാഭായ് ആശാമാർക്ക് പ്രതിഷേധ ഓണറേറിയം വിതരണം ചെയ്തിരിക്കുകയാണ്. തൃശൂരിലെ പരിപാടിയിൽ മല്ലിക ഓൺലൈനായി പങ്കെടുത്തിരിക്കുന്നു. ആശാമാർക്ക് ഒപ്പമെന്ന് മല്ലിക സാരാഭായുടെ സന്ദേശം. സർക്കാർ സമ്മർദ്ദം വലിയ രീതിയിൽ ഈ ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ മല്ലിക സാരാഭായുടെ ഭാവി നടപടികൾ ഒരു പിന്നോക്കം ഉണ്ടാകുമോ എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. മല്ലിക സാരാഭായ് ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് സർക്കാർ സമ്മർദ്ദം തള്ളി, സർക്കാർ വിലക്ക് തള്ളി മല്ലിക സാരാഭായ് പ്രതിഷേധ ഓണറേറിയം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. തൃശ്ശൂരിലെ പരിപാടിയിൽ ഓൺലൈനായി മല്ലിക പങ്കെടുത്തിരിക്കുന്നു. 1000 രൂപ ആശാപ്രവർത്തകയ്ക്ക് ഓൺലൈനായി അവരുടെ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് മല്ലിക സാരാഭായ് ആ പരിപാടിയിൽ താൻ പങ്കെടുത്തത്, അല്ലെങ്കിൽ മല്ലിക സാരാഭായ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അതായത് മല്ലിക സാരാഭായ് ഇപ്പോഴും താൻ ആശാ പ്രവർത്തകർക്കൊപ്പമാണ്, ആശാ സമരത്തോടൊപ്പമാണ് എന്നുള്ളതും കൂടിയാണ് മല്ലിക സാരാഭായുടെ ഈ ഒരു നടപടിയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. നോക്കാം, നിരവധി വാർത്തകളുണ്ട്, ഇനിയും വാർത്തകളുണ്ട്. പഹൽഗാം ഭീകരാക്രമണം തന്നെയാണ് ഈ മണിക്കൂറിലും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറിലുമൊക്കെ രാജ്യമടക്കം ചർച്ച ചെയ്യാൻ പോകുന്നത്. അറബിക്കടലിൽ നാവികസേനയുടെ അഭ്യാസം തുടരുകയാണ്. വിമാനവേധ മിസൈലുകൾ പരീക്ഷിച്ചിരിക്കുന്നു. കോസ്റ്റ് ഗാർഡ് കപ്പലുകളും അഭ്യാസത്തിൽ പങ്കെടുത്തു. അസാധാരണ നീക്കങ്ങൾ